കേരള കോൺഗ്രസ് എമ്മിനെ UDF-ൽ തിരിച്ചെത്തിക്കാനുള്ള നീക്കവും ഇതിനിടയ്ക്ക് നടക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലാണ് പാർട്ടി നേതൃത്വവുമായി അനൗപചാരിക ചർച്ചകൾ നടക്കുന്നത്. ജോസ് കെ മാണിയുമായി രമേശ് ചെന്നിത്തല ഉടൻ ആശയവിനിമയം നടത്തും. കേരള കോൺഗ്രസ് എമ്മിന് തിരുവമ്പാടി സീറ്റ് വാഗ്ദാനം ചെയ്തു എന്നാണ് സൂചന. എന്നാൽ സീറ്റ് ചർച്ചകൾ തുടങ്ങിയിട്ടില്ല എന്നും കേരള കോൺഗ്രസിന് ഒരു ഉറപ്പും നൽകിയിട്ടില്ല എന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. മുന്നണി വിട്ടവരൊക്കെ തിരിച്ചു വരണമെന്ന് ആദ്യം പറഞ്ഞ ആൾ ഞാനാണ്. സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യേണ്ട സമയം ഇത് തന്നെയാണ്. ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നു, അസംബ്ലി ഇലക്ഷൻ വരും. പിന്നെ മുന്നണി വിപുലീകരണം എല്ലാവരെയും വിളിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. മുന്നണിക്കകത്ത് ചർച്ച ചെയ്യണം, പാർട്ടിക്കകത്തൊരു ചർച്ചയുണ്ടാവും. ഇത് രണ്ടും കഴിഞ്ഞ് ഉചിതമായിട്ടുള്ള തീരുമാനം മുന്നണി നേതൃത്വം കൊടുക്കും. അല്ല, അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കട്ടെ. ആരുടെ മുമ്പിലും വാതിൽ കൊട്ടിയടയ്ക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് എമ്മിന് വ്യത്യസ്ത നിലപാടുണ്ട്. അത് മുന്നണിയിൽ അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയവുമാണ്. ക്രൈസ്തവ സഭ എടുക്കുന്ന നിലപാട് അതിൽ പ്രധാനവുമാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ UDF-ന് പറ്റിയ സമയമാണെന്ന് അവർ കരുതുന്നു. ലീഗ് ഇതിന് മുൻകൈ എടുക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടി അത്തരം ചർച്ചകൾ തുടങ്ങി വെച്ചിട്ടുണ്ടോ? എന്താണ് അറിയാനാകുന്നത്? ഇതിൽ രമേശ് ചെന്നിത്തലയുടെ റോൾ എന്താണ്? വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കടുത്ത എതിർപ്പ് കേരള കോൺഗ്രസ് നേതൃത്വം മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് രേഖപ്പെടുത്തിയിരുന്നു. അത് മാത്രമല്ല, സഭകളോടുള്ള LDF-ന്റെ നിലപാട്, മുനമ്പം സമരത്തിലെ LDF-ന്റെ നിലപാട്, ഇങ്ങനെ കുറേ വിഷയങ്ങളിൽ കേരള കോൺഗ്രസ് മാനവിഭാഗത്തിന് അതൃപ്തിയുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചതാണ്. മാത്രമല്ല, LDF-ൽ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല, UDF-ൽ ലഭിച്ചത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നടക്കമുള്ള ആക്ഷേപങ്ങളുണ്ട്. അതിനിടയിലാണ് UDF നേതൃത്വം, മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ അവർ അനൗപചാരിക ചർച്ചകൾ നടത്തുകയാണ്. അവർ UDF ക്യാമ്പിലേക്ക് കേരള കോൺഗ്രസ് മാണി LDF-ൽ അതൃപ്തരായി നിൽക്കുന്ന ആ പാർട്ടിയെ എത്തിക്കാനുള്ള നീക്കമാണ്. അവർ പാലാ സീറ്റും ഒപ്പം തന്നെ 2 സീറ്റുകളാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ 2 സീറ്റുകളും നിലവിൽ സിറ്റിംഗ് സീറ്റുകളാണ്. അതുകൊണ്ട് ആ 2 സീറ്റുകൾക്ക് പകരം കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി മണ്ഡലം നൽകാമെന്ന വാഗ്ദാനം മുസ്ലിം ലീഗ് തന്നെ നൽകി. മുസ്ലിം ലീഗിന്റെ കൈവശമുള്ള സീറ്റാണ്. അങ്ങനെ ആ സീറ്റ് സ്വീകരിച്ച് UDF-ന്റെ ഭാഗമാകുക എന്ന നിർദ്ദേശമാണ് ലീഗ് നേതൃത്വം മുന്നോട്ട് വെച്ചത്. ഏതായാലും അനൗപചാരിക ചർച്ചയാണ്. ഇനി രമേശ് ചെന്നിത്തല തന്നെ നേരിട്ട് ജോസ് കെ മാണിയെ കാണും എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ശരി, ഇക്കാര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതികരണവും ഈ ഘട്ടത്തിൽ വരേണ്ടതാണ്.